ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിനായിട്ട് കൈമ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ കൈമ റൈസാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ചെറിയ ടീസ്പൂണാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം 2 വിസിൽ എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അങ്ങനെ ഇതിലോട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച്
അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് വറുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇടാനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സവാള ഒന്ന് മൊരിച്ചെടുക്കണം. അങ്ങനെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 8 ഗ്ലാസ് വെള്ളം വേണം ഇതിലോട്ട്. അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം നമുക്ക് തിളച്ചതിന് ശേഷം ഈ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചോറ് കട്ട പിടിക്കാതിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.